ഏഴാം ക്ലാസ്സിലെ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അവർ സയൻസ് ടീച്ചർ യൂഷ്വലി കംസ് ടു ദ ക്ലാസ് വിത്ത് സം സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് കൈൻഡിൽ ദ ക്യൂരിയോസിറ്റി ഓഫ് ദ ചിൽഡ്രൻ. ടുഡേ ദ ടീച്ചർ ഹാഡ് ബ്രോട്ട് 2 transparent glass tumblers. One of them contained a pink liquid and second tumbler was empty. The teacher placed both the tumblers on the table. She asked me to pour the pink liquid from the first tumbler into the empty glass tumbler. I did the same, and then something amazing happened. The pink liquid that was poured into the second tumbler turned yellow. We were thrilled by this magic. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ടീച്ചറ് ഒരു പിങ്ക് ലൈന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു അല്ലേ. ആ കളർ ചേഞ്ച് ചെയ്യുന്നത് കുട്ടികൾ വിചാരിക്കും എന്തോ ഒരു മാജിക്, കാരണം അവർ എംപ്റ്റി ടംബ്ലറിലായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ഒരു മാജിക്കാണ് ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് വാട്ട് കുഡ് ബി ദ സീക്രട്ട് ബിഹൈൻഡ് ദ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ബൈ ദ ടീച്ചർ ഇൻ ജിനൂസ് ക്ലാസ്. ജിനുവിൻ്റെ ടീച്ചർ നടത്തിയ എക്സ്പെരിമെൻ്റ് സീക്രട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഒരു സയൻസ് കിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സയൻസ് കിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒരുമിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയൻസ് കിറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് അറിയോ? ഇവിടെ ടീച്ചർ കൊണ്ടുവന്നാണ് നമുക്ക് നോക്കാം. ഗ്ലാസ് ടംബ്ലർ ഉണ്ടാവും, പിങ്ക് കളേർഡ് വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളർ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പതിമുഖം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ പതിമുഖം, അത്. പിന്നെ വിനീഗർ, ടാമറിൻ വാട്ടർ, ലെമൺ ജ്യൂസ്, സോൾട്ട്, ആഷ്, ലൈം, ബേക്കിംഗ് സോഡ ആൻഡ് ബട്ടർ മിൽക്ക്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ടേക്ക് ഔട്ട് ദ ഗ്ലാസ് ടംബ്ലർ ഫ്രം യുവർ സയൻസ് കിറ്റ് ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ഡെസ്കിൽ നമ്മൾ ഗ്ലാസ് ടംബ്ലേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം ആഡ് 2 or more drops ഓഫ് വിനിഗർ, ടാമറിൻ വാട്ടർ, ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, ആഷ് സസ്പെൻഷൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഇൻ ടു ദ സെപ്പറേറ്റ് ടംബ്ലർ. ഓരോ ടംബ്ലറിലും നമ്മൾ ഓരോ വസ്തുക്കൾ, അതായത് വിനിഗർ, ടാമറിൻ്റെ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പുളിവെള്ളമാണ്, ലെമൺ ജ്യൂസ് നാരങ്ങ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ ഉപ്പുവെള്ളം, ആഷ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാരം കലക്കിയ വെള്ളം, പിന്നെ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ഓരോ സെപ്പറേറ്റ് ടംബ്ലറിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ടംബ്ലറിലും പിങ്ക് കളർ വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സമയത്ത് നമ്മുടെ പിങ്ക് കളർ വാട്ടറിന് ചില ടംബ്ലറിൽ ഒഴിക്കുന്ന സമയത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട്. അതെന്തായിട്ട് മാറുന്നുണ്ട്, യെല്ലോ കളറായിട്ട് മാറുന്നുണ്ട്. ഡസ് ദ വാട്ടർ ഇൻ എനി ഓഫ് ദ ടംബ്ലർ ടേൺ യെല്ലോ, അതായത് ഇതിൽ ഏതെങ്കിലും ടംബ്ലർ ടേൺ യെല്ലോ ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകുന്നുണ്ട്. അത് എങ്ങനെയുള്ളതിലാണ് യെല്ലോ കളർ ആവുന്നത്? യെസ്, സം ടംബ്ലർ ടേൺ യെല്ലോ. ദ സോ ടേസ്റ്റ് സൊല്യൂഷൻ, സോ ടേസ്റ്റ് മീൻസ് പുളിരുചിയുള്ള സൊല്യൂഷനിൽ നമ്മൾ പിങ്ക് കളർ വാട്ടർ ഒഴിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കളർ മാറുന്നത്. ദ സോ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ആസിഡ്സ് ഇൻ ദം. എന്തുകൊണ്ടാണ് ഒരു വസ്തുവിന് സോ ടേസ്റ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ കുറച്ച് എന്തുണ്ട്, ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതെന്തായിട്ട് മാറുന്നത്, സോ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ താഴത്ത് തന്നിരിക്കുന്നതിൽ ആഡ് സസ്പെൻഷൻ, ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, വിനിഗർ, ടാമറിൻ വാട്ടർ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ഇതിലെല്ലാം ഏതായിരിക്കും സോ ടേസ്റ്റ് പുളിരുചി വരുന്നത്? അതായത് ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, വിനിഗർ, ടാമറിൻ വാട്ടർ, ബേക്കിംഗ് സോഡ, ഇതിൽ ഏതൊക്കെയാണ് ആസിഡിൻ്റെ സ്വഭാവം വരുന്നത്? ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, വിനിഗർ, ടാമറിൻ വാട്ടർ, ഇതിലാണ് പുളിരുചിയുള്ളത്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ആസിഡ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആഡ് സസ്പെൻഷനിലും ബേക്കിംഗ് സോഡയിലും എന്തായിരിക്കും ഉണ്ടാവുക? അതാണ് ബേസാണ് അതിലുള്ളത്. Do the substance that turn പതിമുഖം വാട്ടർ into yellow have anything common in their taste? ചോദിച്ചിരിക്കുന്നത് പതിമുഖത്തിൻ്റെ കളർ മാറ്റം വരുത്തിയ വസ്തുക്കൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്നാണ് അല്ലേ. എന്ത് ടേസ്റ്റാണ് ഉള്ളത്? സോ ടേസ്റ്റാണ് ഉള്ളത്. ഇനി ഇവിടെ നോക്കൂ, ദേ ഓൾ ഹാവ് സോ ടേസ്റ്റ്, എല്ലാത്തിനും എന്താ, സോട്ട് പുളി രുചിയാണ് ഉള്ളത്. ഇവിടെ കുറച്ച് ലിക്വിഡ്സ് കൊടുത്തിട്ടുണ്ട്, സോപ്പ് വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, വിനിഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ. ഇതിലെല്ലാം
നമ്മൾ ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വിനീഗർ ആണോ ആസിഡ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നോക്കൂ, ഇനി ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് പേപ്പർ എന്നുള്ളത്. എല്ലാ വസ്തുക്കളും നമുക്ക് രുചിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അല്ല ഡേഞ്ചർ ആയിട്ടുള്ള വസ്തുക്കളും ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈ മെയ്ഡ് ഫ്രം ദ എക്സ്ട്രാക്ട് ഓഫ് ലിച്ചൺസ് വിച്ച് ഗ്രോ ഓൺ ദ ട്രീസ്, റോക്സ് എക്സെട്ര. മരത്തിലും അതുപോലെ പാറകളിലൊക്കെ വളർന്ന ലിച്ചൺ എന്ന് പറയുന്ന ഒരു ചെടിയുടെ സത്ത് വലിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഒരു പേപ്പറിൽ തേച്ച് അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലിറ്റ്മസ് പേപ്പർ മുക്കി വയ്ക്കും. എന്നിട്ട് അതിൽ കയറുന്ന കളർ ചേഞ്ചസിനനുസരിച്ചിട്ടാണ് എത്രത്തോളം ആസിഡ്സും ബേസും എന്തിലുണ്ടെന്ന് ആ ഒരു വസ്തുവിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടേക്ക് ബ്ലൂ നമ്മൾ ലിറ്റ്മസ് പേപ്പർ 2 കളറിലാണ് ഉണ്ടാകുന്നത്. ബ്ലൂ കളറിലും ഉണ്ടാകും, അതുപോലെ റെഡ് ലിറ്റ്മസ് പേപ്പറിലാണ് ഉണ്ടാകുന്നത്. ചില വസ്തുക്കൾ ബ്ലൂവിനെ റെഡാക്കി മാറ്റും, അല്ലെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സൊല്യൂഷനിലും നമ്മൾക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. വിനാഗിരിയുടെ രുചി പുളി രുചിയാണ് അല്ലേ. ആ പുളി രുചി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ വിനാഗിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ മാറി അതെന്തായിട്ട് മാറും, റെഡായിട്ട് മാറും. അതേപോലെ റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ അതിലൊരു കളർ മാറ്റവും വരില്ല, അത് റെഡായിട്ട് തന്നെ നിൽക്കും. ലെമൺ ജ്യൂസ് പുളിരുചിയാണ്. ആ പുളിരുചിയുള്ളത് നീല ലിറ്റ്മസിനെ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കിയിട്ട് മാറ്റും, പിന്നെ റെഡ് ലിറ്റ്മസ് ആക്കിയിട്ട് റെഡ് കളറാക്കിയിട്ട് മാറ്റും. റെഡിന് എന്ത് ചെയ്യുക, മാറ്റം വരില്ല. ഇനി ക്ലിയർ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം. ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ആക്കി കഴിഞ്ഞാൽ അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ബ്ലൂ കളർ തന്നെയായിട്ടായിരിക്കുക. സോപ്പ് വാട്ടർ അല്ലേ, സോപ്പ് വെള്ളത്തിന് പുളിരുചി ഉണ്ടോ, ഇല്ല. അത് ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ കളർ തന്നെ ആക്കിയിരുത്തും. റെഡ് ലിറ്റ്മസിന് എന്തായിട്ട് മാറ്റും, ബ്ലൂ കളറാക്കിയിട്ട് മാറ്റും. അടുത്ത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ബേക്കിംഗ് സോഡ അത് ബ്ലൂ കളർ തന്നെ ആക്കി നിർത്തും. റെഡ് ലിറ്റ്മസിന് എന്തായിട്ട് മാറ്റും, ബ്ലൂ ആക്കിയിട്ട് വയ്ക്കും. അടുത്ത് ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ ബട്ടർ മിൽക്കിൻ്റെ രുചി സോ ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് മാറ്റും. അതുപോലെ റെഡ് ലിറ്റ്മസിന് മാറ്റമൊന്നും വരില്ല, അത് റെഡായിട്ട് തന്നെ നിൽക്കും. അത് ടാമറിൻ വാട്ടർ, പുളിവെള്ളം പുളിരുചിയാണ് അല്ലേ. നീല ലിറ്റ്മസിന് ബ്ലൂ ലിറ്റ്മസ് എന്തായി മാറ്റും, റെഡ് ലിറ്റ്മസ് ആക്കിയിട്ട് മാറ്റും. അതുപോലെ റെഡ് ലിറ്റ്മസിന് കളർ ചേഞ്ചസ് ഒന്നും വരില്ല, അതെന്തായിരിക്കും, റെഡ് തന്നെയായിരിക്കും. അടുത്ത ആഡ് സൊല്യൂഷൻ, ചാരം വെള്ളത്തിൽ എന്തായിരിക്കും, ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ കളർ തന്നെ ആയിരിക്കും. അതുപോലെ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറുകയും ചെയ്യും. വിച്ച് ലിക്വിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെമൺ ജ്യൂസ്, വിനിഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻ വാട്ടർ. വിച്ച് ലിക്വിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ. റെഡ് കളർ ബ്ലൂ ആക്കി മാറ്റിയത് ഏതൊക്കെയാണ്, ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറാക്കി മാറ്റുന്നതെല്ലാം ആസിഡ്സും റെഡ് കളർ ലിറ്റ്മസിനെ ബ്ലൂ കളറാക്കി മാറ്റുന്നതെല്ലാം അത് ബേസുകളുമാണ്. അതിലടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെയും ബേസിൻ്റെയും അളവിനനുസരിച്ചിട്ട് ഈ കളർ റെഡിലും ബ്ലൂവിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി എന്താണ് ആസിഡ്സ്, എന്താണ് ബേസസ് എന്ന് നോക്കാം. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. ആസിഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റുന്നതിന് നമ്മൾ ആസിഡ് എന്നും, അതുപോലെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതിന് നമ്മൾ ബേസ് എന്നും പറയും. ഇനി നോക്കൂ, ആൾട്ടർനേറ്റീവ് ഫോർ ലിറ്റ്മസ്. ഈ ലിറ്റ്മസ് പേപ്പറിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാം കേട്ടോ. ഒരു വെളുത്ത പേപ്പറിൽ ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചുവന്ന ചെമ്പരത്തി നന്നായിട്ട് റബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് 2 സൈഡ് ഉരയ്ക്കുന്ന സമയത്ത് അതിൽ കളറ്, ഒരു ഡാർക്ക് ബ്ലൂ അല്ലേ, ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും. എന്നിട്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലിറ്റ്മസ് പേപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ കിട്ടുന്നതിന് പുളിവെള്ളം, നാരങ്ങ, ചാരം അല്ലേ, മോര്, ഇതെല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ലിറ്റ്മസ് പേപ്പർ മുക്കി വെച്ചിട്ട് അതിൽ കളർ മാറ്റം വരുന്നതെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം കേട്ടോ.
നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സൂചകങ്ങൾ. സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദ ആസിഡ്സ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക? ഇൻഡിക്കേറ്റേഴ്സിൽ ചേഞ്ചസ്, അതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും അളവ് നോക്കുന്ന. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. ഒരു ലിറ്റ്മസ് പേപ്പർ നമ്മൾ എന്താ ആസിഡും ബേസും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അടുത്ത ലബോറട്ടറി ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതെല്ലാത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ലബോറട്ടറികളിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പറിന് പകരം ആസിഡുകളുടെയും ബേസുകളുടെയും സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിൻ ആൻഡ് മീഥൈൽ ഓറഞ്ചും. മനസ്സിലായല്ലോ? ഇത് രണ്ടെണ്ണം നമ്മൾ സബ്സ്റ്റൻസസിൽ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വസ്തുവിൽ എന്ത് ആസിഡാണോ അതോ ബേസാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ഇനി നമുക്കിവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന വിനീഗർ, ലൈം വാട്ടർ, ലെമൺ ജ്യൂസൊക്കെ ഫിനോഫ്തലിനിലും അതുപോലെ തന്നെ ഇവിടെ നോക്കാം. ഫിനോഫ്തലിൻ നമ്മൾ വിനീഗർ യൂസ് ചെയ്തപ്പോൾ അവിടെ നോ കളർ, അവിടെ ചേഞ്ചസ് വന്നില്ല കളറിൽ. പക്ഷേ മീഥൈൽ ഓറഞ്ച് എന്തായിരുന്നു? അത് ലൈറ്റ് റെഡ് അതല്ലെങ്കിൽ പിങ്ക് ആയിട്ട് മാറി. ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ ഫിനോഫ്തലിൻ യൂസ് ചെയ്തപ്പോൾ അത് പിങ്ക് കളറായിട്ട് മാറി. മീഥൈൽ ഓറഞ്ച് ലൈറ്റ് യെല്ലോ. ലെമൺ ജ്യൂസിൽ എന്താ കളർ വ്യത്യാസം വന്നില്ല? നോ കളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീഥൈൽ ഓറഞ്ച് ആയപ്പോൾ എന്താണ് അതിൽ ലൈറ്റ് റെഡ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആവും. സോപ്പ് വാട്ടറിൽ ഫിനോഫ്തലിൻ യൂസ് ചെയ്യുമ്പോൾ അത് പിങ്ക് കളറായി. മീഥൈൽ ഓറഞ്ച് എന്തായി? ലൈറ്റ് യെല്ലോ ആയി. ബേക്കിംഗ് സോഡയിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അത് പിങ്ക് കളറായിട്ട് മാറി. അതുപോലെ മീഥൈൽ ഓറഞ്ച് ആകുമ്പോൾ എന്തായി? ലൈറ്റ് യെല്ലോ ആയി. വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഫോർ ആസിഡ്? അപ്പോൾ ഈ ഫിനോഫ്തലിലും മീഥൈൽ ഓറഞ്ചിലും ഏതാണ് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കണ്ടത്? ആസിഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾ മീഥൈൽ ഓറഞ്ചും ബേസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫിനോഫ്തലിനാണ് യൂസ് ചെയ്യുന്നത്. യു ഹാവ് നൗ റിയലൈസ് ദാറ്റ് ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. നമ്മൾ പഠിച്ചു ബ്ലൂ കളറിനെ റെഡ് കളറാക്കി മാറ്റുന്നത് ആരാണ്? ആസിഡ്സ് ആണെന്ന് പഠിച്ചു. അതേപോലെ റെഡിനെ ബ്ലൂ ആയി മാറ്റുന്നത് ബേസ് ആണെന്ന് പഠിച്ചിപ്പോൾ. ഹൗ ഡു വിനിഗർ, ലൈം ജ്യൂസ്, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടാമറിൻഡ് ടേസ്റ്റ്? ഇതിന് കുറേ രുചി എങ്ങനെയാണ് കിട്ടുന്നതാണ് നോക്കാം. ഹാവ് യു എവർ ഹാപ്പൻ ടു ടേസ്റ്റ് സോപ്പ് വൈൽ ടേക്കുമ്പോൾ? നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് അറിയാതെ വായിലൊക്കെ സോപ്പ് പോവുകയാണെങ്കിൽ സോപ്പിൻ്റെ ടേസ്റ്റ് എന്താണ്? അപ്പോൾ സോപ്പ് ആൻഡ് ബേക്കിംഗ് സോഡ ടേസ്റ്റ് ദ സെയിം? രണ്ടും ഒരേ ടേസ്റ്റ് ആണോ? ദേ ഹാവ് ആൻ ആൽക്കലിൻ ടേസ്റ്റ്. ഇതിനെന്താ? ആൽക്കലിൻ ടേസ്റ്റ് ആണ്. സോപ്പ് ഈസ് എ ബേസിക് ഇൻ നേച്ചർ. ഇവിടെ നോക്കൂ, ഓൾ ആസിഡ്സ് ഹാവ് എ സോ ടേസ്റ്റ്, ഓൾ ബേസസ് ഹാവ് എ ആൽക്കലിൻ ടേസ്റ്റ്. ആസിഡിന് സോ ടേസ്റ്റും ബേസസിന് എന്താ? ആൽക്കലൈൻ ടേസ്റ്റുമാണ് ഉള്ളത്. ഇനി നമുക്ക് dip your finger in each liquid in the science kit and rub the finger as shown in the picture. Which liquid feels slippery? ചില വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ ആസിഡിൻ്റെ ഇവിടെ നമുക്കിപ്പോൾ എക്സാമ്പിൾ തന്ന കുറേ സംഭവങ്ങൾ, സോപ്പ് വാട്ടർ, ലൈം വാട്ടർ, ലെമൺ ജ്യൂസ് എല്ലാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് ചിലതിൽ സ്ലിപ്പറി ആയിട്ട് ഫീൽ ചെയ്യും, വഴുവഴുപ്പുള്ളതായിട്ട് തോന്നും. ഏതൊക്കെയാണ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ വഴുവഴുപ്പ് സ്ലിപ്പറി ആയിട്ട് തോന്നുന്നത്? സോപ്പ് വാട്ടർ, ബേക്കിംഗ് സൊല്യൂഷൻ, ലൈം വാട്ടർ, ആഡ് സസ്പെൻഷൻ. ഇതെല്ലാം എന്താ? വഴുവഴുപ്പുള്ളതായിട്ട് തോന്നും. അടുത്ത യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഫുൾ ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിൻ്റെയും ബേസിൻ്റെയും അളവ് കണ്ടുപിടിക്കാൻ, അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? universally used as a universal indicator. It is a mixture of many indicator. When a few drops are added to the acid or base, it give different colors. നമ്മളെന്താ തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസസിൽ നമ്മൾ ഇത് രണ്ടോ മൂന്നോ തുള്ളി ഇട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ചസ് ആവും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഏതാണ്? ആസിഡാണോ ബേസാണോ എന്നുള്ളത്. ഇനി ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ആസിഡ്സ് സോ ടേസ്റ്റ് ആണ്. അതുപോലെ ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് കളർ. ബേസിന് എന്താ ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. സ്ലിപ്പറി കൂടെയാണ് അല്ലേ, വഴുവഴുപ്പും കൂടെ ഉള്ളതാണ്. ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.